എല്ലാവർക്കും നമസ്കാരം. മഹാരാജാസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് നമ്മളെ +1 വിദ്യാർത്ഥികൾക്ക് ഹൃദയംഗമായ സ്വാഗതം. ഇപ്പം നമ്മൾ +1 പഠിക്കുകയാണ്. +1-ന് 6 പേപ്പറാണ്. 6 പേപ്പറിൽ ഒരു പേപ്പറാണ് എക്കണോമിക്സ്. 80 മാർക്കിൻ്റെ പരീക്ഷ. 20 കണ്ടിന്യൂസ് ഇവാലുവേഷൻ നമ്മുടെ പ്രോജക്റ്റ് അസൈൻമെൻറ്റ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. ബാക്കി 80 മാർക്കിൻ്റെ പരീക്ഷയിൽ 40 മാർക്ക് എക്കണോമിക്സും 40 മാർക്ക് സ്റ്റാറ്റിസ്റ്റിക്സുമാണ്. നമ്മൾ പഠിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററായ ഇൻട്രൊഡക്ഷനാണ്. ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ്. നമ്മളെന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പഠിച്ച് കുറേ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കാനുള്ള തുടക്കമാണ്. കാര്യം നമ്മൾ ഡിഗ്രിക്ക് പോകുമ്പോഴും നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് വേണം. പിന്നെ PGക്ക് പോകാനും സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു പേപ്പർ നമ്മൾ പഠിച്ചേ പറ്റൂ. അതിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് നിങ്ങൾ +1-ലും +1-ലേ ഉള്ളൂ. +2-ൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ല. +2-ൽ നമ്മൾ തിയറി മാത്രമാണ്, എക്കണോമിക് തിയറിയാണ് പഠിക്കുക. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ്. അതിൽ ഒന്നാമത്തത് വൈ എക്കണോമിക്സ്. എന്താണ് എക്കണോമിക്സ് അല്ലെങ്കിൽ വൈ? ദാറ്റ് ഈസ് എക്കണോമിക്സ്. വാട്ട് ഈസ് എക്കണോമിക്സ്? Economics is a social science which deals with the human behavior as a relationship between ends and scarce means. Scarce means which have alternative uses. നമ്മുടെ ഫാദർ ഓഫ് എക്കണോമിക്സ് ആഡം സ്മിത്തിൻ്റെ ഡെഫിനിഷനാണ്. എക്കണോമിക്സ് ഈസ് എ സോഷ്യൽ സയൻസ്. സാമൂഹ്യ ശാസ്ത്രമാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. എക്കണോമിക്സ് ഈസ് എ സോഷ്യൽ സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ഹ്യൂമൻ ബിഹേവിയർ. ഇപ്പോൾ ബാക്കി സയൻസുകളിലെല്ലാം നമ്മൾ ഓരോ ഭാഗങ്ങൾ ഫിസിക്കലായിട്ടുള്ളത് പഠിക്കുന്നു, കെമിസ്ട്രി പഠിക്കുന്നു. അതേപോലെ നമ്മൾ എക്കണോമിക്സിൽ പഠിക്കുന്നത് ഹ്യൂമൻ ബിഹേവിയറാണ്. മനുഷ്യൻ്റെ പെരുമാറ്റശീലം. അവൻ്റെ കയ്യിൽ കുറച്ച് പൈസ വന്നാൽ അവൻ അതിനെ എങ്ങനെ പെരുമാറി ആ പൈസയെ എങ്ങനെ സേവ് ചെയ്യുന്നു, എങ്ങനെ ചിലവഴിക്കുന്നു, ബാക്കി അയാൾക്ക് ഇനി എന്ത് ചെയ്യാം, ഇങ്ങനെയൊക്കെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രത്തിൻ്റെ ഒരു ശാഖയാണ് എക്കണോമിക്സ്. എക്കണോമിക്സ് എന്ന് പറയുന്നത് നോബൽ സമ്മാനമുള്ള, നോബൽ പ്രൈസ് ഉള്ള ഒരു സബ്ജക്റ്റാണ്. ഫിസിക്സും കെമിസ്ട്രിയും പോലെയൊക്കെ തന്നെ അത്രയും നല്ലൊരു സബ്ജക്റ്റാണ് എക്കണോമിക്സ്. പക്ഷെ നമുക്ക് എക്കണോമിക്സിൻ്റെ കൂടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ലാതെ പറ്റത്തില്ല. എക്കണോമിക്സ് പഠിക്കണമെങ്കിൽ ഒരു ഭാഗത്ത് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഉപയോഗമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എക്കണോമിക്സ് എന്ന് പറയുന്ന പേപ്പറിൻ്റെ കൂടെ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നതും. അല്ലാതെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പേപ്പറിൻ്റെ പേരല്ല. നമ്മളെ പേപ്പർ എന്ന് പറയുന്നത് എക്കണോമിക്സ് തന്നെയാണ്. പക്ഷേ അതിൽ കുറച്ച് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഉൾപ്പെടുത്തി പഠിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എന്താണ് എക്കണോമിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് മോഡേൺ ധനതത്വ ശാസ്ത്രജ്ഞനായ ആൽഫ്രഡ് മാർഷൽ പറയുന്നു എന്ന് പറഞ്ഞാൽ ദ സ്റ്റഡി ഓഫ് മാൻ, ദി ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്. ഒരു സാധാരണ ജീവിതത്തിൽ ഒരു മനുഷ്യനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് എക്കണോമിക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ കാലാകാലങ്ങളിൽ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റുകളുണ്ട്, നിയോ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റുകളുണ്ട്, മോഡേൺ ഇക്കോണമിസ്റ്റുകളുണ്ട്. ഇപ്പോൾ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് ആയിരുന്നു ആഡം സ്മിത്ത് എന്ന് പറയുന്നത്. ആഡം സ്മിത്താണ് എക്കണോമിക്സ് ഈസ് എ സോഷ്യൽ സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ഹ്യൂമൻ ബിഹേവിയർ as a relationship between ends and scarce means which have alternative uses. എന്ന് പറഞ്ഞാൽ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു സാമൂഹ്യ ശാസ്ത്രമാണ്. വിച്ച് ഡീൽസ് വിത്ത് ഹ്യൂമൻ ബിഹേവിയർ. അവിടെ നമ്മൾ ഡീൽ ചെയ്യുന്ന ഹ്യൂമൻ ബിഹേവിയറാണ്. ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻഡ്സ് ആൻഡ് സ്കേഴ്സ് മീൻസ്. എൻഡ്സ് മീൻസ് വാണ്ട്സ്, മീൻസ് റിസോഴ്സസ്. ഇപ്പോൾ റിസോഴ്സസും എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്, ബട്ട് ദ മീൻസ് ടു സാറ്റിസ്ഫൈ ദം ആർ ലിമിറ്റഡ്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ എണ്ണമറ്റവയും ഈ എണ്ണമറ്റ മനുഷ്യൻ്റെ ആവശ്യങ്ങളെ സാക്ഷാത്കരിക്കാനുള്ള വിഭവങ്ങളെന്ന് പറയുന്നത് പരിമിതവുമാണ്. അപ്പോൾ ഈ പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വേണം മനുഷ്യൻ്റെ പരിധിയില്ലാത്ത ആവശ്യങ്ങളെ നമുക്ക് സാക്ഷാത്കരിക്കാൻ. അപ്പോൾ ഈ പരിധിയില്ലാത്ത നമ്മുടെ ആവശ്യങ്ങളെ പരിധിയുള്ള ഈ വിഭവങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ സാക്ഷാത്കരിക്കും എന്നതിനെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള സാമൂഹ്യശാസ്ത്രത്തിൻ്റെ
ഒരു ശാഖയാണ്, അല്ലെങ്കിൽ ഒരു സാമൂഹ്യ ശാസ്ത്രമാണ് ധനതത്വ ശാസ്ത്രം. എക്കണോമിക്സ് ഈസ് എ social science which deals with the human behavior as a relationship between ends and scarce means. അപ്പോൾ ഒരു എൻസിനും സ്കേഴ്സിനും തമ്മിലൊരു റിലേഷനുണ്ട്, ഒരു ബന്ധമുണ്ട്. ബന്ധമെന്ന് പറയുന്നത് ഇതാണ്: മനുഷ്യൻ്റെ ആവശ്യങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് എൻഡ് മീൻസ് വാണ്ട്. മനുഷ്യൻ്റെ ആവശ്യങ്ങളെ സാക്ഷാത്കരിക്കണമെങ്കിൽ നമുക്ക് റിസോഴ്സസ് വേണം. റിസോഴ്സസ് എന്ന് പറയുമ്പോൾ പൈസ വേണം. means resources. ends and scarce means. അപ്പോൾ എൻഡുകളെല്ലാം അൺലിമിറ്റഡ് ആണ്. എൻഡ് മീൻസ് വാണ്ട്സ് എല്ലാം അൺലിമിറ്റഡ്, ആവശ്യങ്ങൾക്ക് പരിധി ഇല്ലാതിരിക്കെ വിഭവങ്ങൾക്കെല്ലാം പരിമിതവുമാണ്. അപ്പോൾ ഈ പരിമിതമായ വിഭവങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പരിധിയില്ലാത്ത ആവശ്യങ്ങളെ നിറവേറ്റുമ്പോൾ ആ മനുഷ്യൻ്റെ പെരുമാറ്റശീലത്തെക്കുറിച്ച് പഠിക്കാൻ നമുക്കുള്ള ഒരു ശാസ്ത്രമാണ് ധനതത്വ ശാസ്ത്രം. എന്നാൽ മോഡേൺ ഇക്കോണമിസ്റ്റായ ആൽഫ്രഡ് മാർഷൽ പറയുന്നത് ദ സ്റ്റഡി ഓഫ് മാൻ ഇൻ ദ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്. ഒരു സാധാരണ ജീവിതത്തിൽ ഒരു മനുഷ്യനെക്കുറിച്ച് പഠിക്കാനുള്ള ശാസ്ത്രമാണ് ധനതത്വ ശാസ്ത്രം എന്ന് പറയുന്നു. അപ്പോൾ അവിടുത്തെ പ്രധാന ഘടകം എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് ആൻഡ് ദ മീൻസ് ടു സാറ്റിസ്ഫൈ ദം ആർ ലിമിറ്റഡ്. മനുഷ്യൻ്റെ ആവശ്യങ്ങളെല്ലാം പരിധിയില്ലാത്തവയും എന്നാൽ ഈ പരിധിയില്ലാത്ത ആവശ്യങ്ങളെ സാക്ഷാത്കരിക്കാനുള്ള വിഭവങ്ങളെല്ലാം പരിമിതവുമാണ്. അപ്പോൾ നമുക്ക് ലഭ്യമായ വിഭവങ്ങളെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ പരിധിയില്ലാത്ത നമ്മുടെ ആവശ്യങ്ങളെ സാക്ഷാത്കരിക്കാൻ കഴിയൂ. അവിടെ ഒരു ചോയ്സ് വരും. നമ്മുടെ ആവശ്യങ്ങളെല്ലാം പരിധിക്കപ്പുറമാണെങ്കിൽ, പരിധിയില്ലാത്തതാണെങ്കിൽ, ഈ പരിധിയില്ലാത്ത ആവശ്യങ്ങളെ സാക്ഷാത്കരിക്കാൻ നമ്മുടെ കയ്യിൽ വിഭവം, പൈസ എന്ന് പറയുന്ന അളവ് കുറവുമാണെങ്കിൽ, ആ കുറവുള്ള വിഭവം ഉപയോഗിച്ച് നമ്മുടെ ആവശ്യങ്ങളെ സാക്ഷാത്കരിക്കാൻ തീർച്ചയായും നമുക്കൊരു ചോയ്സ് എടുക്കേണ്ടി വരും. നമ്മൾ സെലക്ട് ചെയ്യും ഏതാണ് അത്യാവശ്യം വേണ്ട ആവശ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ തിരഞ്ഞെടുക്കലിൻ്റെ ഒരു ശാസ്ത്രം അവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. ഇപ്പോൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഏതിനായിരിക്കും തിരഞ്ഞെടുക്കുക? അത്യാവശ്യം വേണ്ട ആവശ്യം എന്താണ്? +1 കഴിഞ്ഞ് നിങ്ങൾക്ക് സ്കൂളിലേക്ക് പോകാനൊക്കെ സജ്ജമാകുന്ന കാലയളവിൽ നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. എല്ലാ ആവശ്യങ്ങളെയും സാക്ഷാത്കരിക്കാൻ നമ്മുടെ വീട്ടിലെ പൈസ പരിമിതമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത്യാവശ്യം വേണ്ടുന്ന എന്താണ്? ബാഗോ ചെരുപ്പോ കുടയോ എന്തൊക്കെയാണ്, അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യും. ഇപ്പം നമുക്കറിയാം, ഈ കാലയളവ് കൊറോണ കാലത്ത് നമ്മുടെ വീട്ടിലെ വരുമാനം എല്ലാ വീട്ടിനും ഒരു പരിധിക്കുള്ളിൽ വന്നിരിക്കുകയാണ്. എന്ന് വിചാരിച്ച് നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമുക്ക് അതുപോലെ പരിമിതപ്പെടുത്താൻ പറ്റില്ല. അപ്പം നമ്മൾ എന്നാലും എന്ത് ചെയ്യും? അത്യാവശ്യം വേണ്ട ആഹാരം അല്ലെങ്കിൽ ഭക്ഷണം, വസ്ത്രം, അത് അങ്ങനെയുള്ള ഇതായിട്ട് നമ്മൾ ഇപ്പോൾ കറണ്ട് ബില്ല്, ഗ്യാസിൻ്റെ ബില്ല്, നമുക്കിതൊന്നും ഇല്ലാതെ പോകാൻ പറ്റത്തില്ല. അപ്പം എന്നാലും ബാക്കിയുള്ള അത്യാവശ്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് അതിലും അത്യാവശ്യം ഏതാണെന്ന് തിരഞ്ഞെടുത്ത് നമ്മൾ ചിലവാക്കും. അതാണ് മനുഷ്യൻ്റെ. അപ്പം മനുഷ്യൻ ആ പരിമിതമായ വിഭവം ഉപയോഗിച്ചുകൊണ്ട് അവൻ്റെ ആവശ്യങ്ങളെ സാക്ഷാത്കരിക്കാൻ അവൻ പഠിക്കുന്നു. സാഹചര്യങ്ങൾക്കൊത്തവൻ പഠിക്കുന്നു. പൈസയുള്ള സമയത്ത് നമ്മൾ ഇഷ്ടം പോലെ ചിലവാക്കി. ഇപ്പോൾ പൈസ കുറഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ ജീവിക്കാൻ പഠിക്കും. അങ്ങനെയായപ്പോൾ അതാണ് മനുഷ്യൻ്റെ ബിഹേവിയർ, അതാണ് അവൻ്റെ പെരുമാറ്റശീലം. അതിനെ പഠിക്കാനുള്ള ശാസ്ത്രമാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എക്കണോമിക്സിലേക്ക് നിന്നും അൺലിമിറ്റഡ് റിസോഴ്സസ്, അൺലിമിറ്റഡ് വാണ്ട്സും ലിമിറ്റഡ് റിസോഴ്സസും വെച്ചുകൊണ്ട് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൽ എന്താണ് അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പഠിക്കാം. അപ്പോൾ അടുത്ത് നമ്മൾ പഠിക്കുന്നത് വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ്, എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സിനെ നമുക്ക് 2 അർത്ഥത്തിൽ ഉപയോഗിക്കാം. സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്ന് വെച്ചാൽ നമ്പറുകളെ കുറിച്ച് പഠിക്കാനാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുന്നത്. എക്കണോമിക്സിൽ ഇപ്പോൾ എല്ലാം നമ്പറിലാണ് പറയേണ്ടത്. അതുകൊണ്ടാണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ആപ്ലിക്കേഷൻ വളരെ വലുതാണെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്? വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ്? സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്ന് പറയുമ്പോൾ നമുക്ക് എക്കണോമിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ 2 അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് സിംഗുലർ സെൻസ്, രണ്ടാമത്തേതെന്ന് പറയുന്നത് പ്ലൂറൽ സെൻസ്.
രണ്ടർത്ഥത്തിൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിനെ എക്കണോമിക്സിൽ ഉപയോഗിക്കാം. ഇപ്പം നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ്. പരീക്ഷയ്ക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ചോദിക്കുന്നത് ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അതിൽ കൂടുതലൊന്നും ഇതിൽ ചോദിക്കില്ല. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ്, എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിനെ നമുക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം? ഏകവചനാർത്ഥത്തിലും ബഹുവചനാർത്ഥത്തിലും ഉപയോഗിക്കാം. അപ്പോൾ ഏകവചനാർത്ഥത്തിൽ സിംഗുലർ സെൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് മീൻസ് കളക്ടിങ്, ക്ലാസിഫയിങ് ആൻഡ് യൂസിങ് ന്യൂമറിക്കൽ ഫാക്ട്സ് ഓർ സ്റ്റാറ്റിസ്റ്റിക്സ്. ന്യൂമറിക്കൽ ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്പറുകളെ ആദ്യം കളക്ട് ചെയ്യുക. കളക്ട് ചെയ്ത നമ്പറുകളെ നമുക്കതിനെ പിന്നെ തരംതിരിക്കണം, ക്ലാസിഫൈ ചെയ്യണം. ക്ലാസിഫൈ ചെയ്താൽ നമുക്കത് ഉപയോഗിക്കാം. അപ്പം നമ്മൾ അതിനൊരു എക്സാമ്പിൾ പറയുന്നത്, ഇപ്പം നമ്മുടെ ഈ നാടുകളിലെല്ലാം, നാട്ടിൽ ഗ്രാമങ്ങളായാലും പട്ടണങ്ങളായാലും എല്ലാവരും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് നമ്മുടെ കൊറോണ വൈറസ്, COVID-19 എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാകുമ്പോൾ ആ രോഗത്തെ വ്യാപനം എവിടെയൊക്കെ, എത്ര പേർക്കുണ്ട്, എത്ര പേർക്ക് ഇനി വരാൻ സാധ്യതയുണ്ട് എങ്കിൽ അവിടെയൊക്കെ എന്തൊക്കെ നടപടികൾ നമ്മുടെ ആരോഗ്യവകുപ്പ് എടുക്കണം. ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഡേറ്റകൾ ശേഖരിക്കാൻ ആദ്യം നമ്മുടെ ആരോഗ്യവകുപ്പിലെ നല്ലവരായ പ്രവർത്തകർ ഗ്രാമാന്തരങ്ങളിൽ ഇറങ്ങി ആദ്യം അവരെന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്യും. കളക്ട് ചെയ്താൽ പിന്നെ അതിനെ തരംതിരിക്കണം. ഗ്രാമങ്ങളിൽ എത്ര, ഏത് ഏരിയയിൽ എത്ര ഇങ്ങനെ തരംതിരിച്ചെടുക്കണം. ആദ്യം ശേഖരിക്കുന്നു, ശേഖരിച്ചതിനെ കളക്ട് ചെയ്യുന്നു, കളക്ട് ചെയ്ത ഡേറ്റകൾ ഉപയോഗിച്ച് നമുക്ക് ആവശ്യമായ ഈ രോഗത്തെ നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ എടുക്കുക. അതാണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സിംഗുലർ യൂസ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിന് നമുക്ക് രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കാം, സിംഗുലർ സെൻസ് ആൻഡ് പ്ലൂറൽ സെൻസ്. അപ്പോൾ വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടർത്ഥത്തിൽ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയാം, സിംഗുലർ സെൻസ് ആൻഡ് പ്ലൂറൽ സെൻസ്, ഏകവചനാർത്ഥവും ബഹുവചനാർത്ഥവും. ഇപ്പോൾ ഏകവചനാർത്ഥത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാൽ കളക്റ്റിംഗ്. ഫസ്റ്റ് സ്റ്റെപ്പ് കളക്ട് ചെയ്യുക. ഡേറ്റകളെ കളക്ട് ചെയ്യാൻ പോകുന്ന ആളിനെ നമ്മളൊരു പേര് വിളിക്കും. അവരുടെ പേരാണ് എന്യൂമറേറ്റർ. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ദ പേഴ്സൺ ഹൂ കളക്ട് ഡേറ്റ. ഡേറ്റകളെ ശേഖരിക്കുന്ന ആളിന് പറയുന്ന പേര്. നമുക്ക് അടുത്ത ചാപ്റ്ററിലൊക്കെ ഈ വേർഡ് നമുക്ക് വരും, അപ്പോൾ നമുക്കത് സുപരിചിതമാകും. അപ്പോൾ എന്യൂമറേറ്റർ എന്ന് പറയുന്ന ആൾ, എന്യൂമറേറ്ററിനെ നമ്മൾ സർവേയർ എന്നും പറയും. നമ്മുടെ സെൻസസ് ഒക്കെ എടുക്കാൻ വീടാന്തരം എത്തുന്ന ആളുകളുണ്ടല്ലോ, അവരെയാണ് നമ്മൾ എന്യൂമറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എ പേഴ്സൺ ഹൂ കളക്ട് ഡേറ്റ. ആരാണോ ഡേറ്റ ശേഖരിക്കുന്ന ആളിനെ പറയുന്ന പേരാണ് എന്യൂമറേറ്റർ. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ് പഠിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എന്താണ് കളക്ട് ചെയ്യുക എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ എന്താ കളക്ട് ചെയ്യുക? നമുക്കാവശ്യമായ രേഖകൾ ഒരു എന്യൂമറേറ്റർ വീടാന്തരം ഇറങ്ങി ശേഖരിക്കുക, അതാണ് കളക്ഷൻ. ഈ കളക്ട് ചെയ്ത ഡേറ്റകളെ പിന്നെ തരംതിരിക്കുക, അത് അദ്ദേഹത്തിൻ്റെ ജോലിയാണ്. തരംതിരിക്കാൻ ഗ്രാഫുകൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതിനെ പ്രൈമറി ഡേറ്റയെന്നും സെക്കൻഡറി ഡേറ്റയെന്നും തരംതിരിക്കാം, അല്ലെങ്കിൽ അതിനെ ക്വാണ്ടിറ്റേറ്റീവ് എന്നും ക്വാളിറ്റേറ്റീവ് എന്നും തരംതിരിക്കാം. ഇങ്ങനെയൊക്കെ തരംതിരിച്ച ഡേറ്റകൾ ഉപയോഗിച്ച് നമുക്ക് ആവശ്യമായ നടപടികൾ എടുക്കുക. ഇപ്പോൾ കൊറോണ എന്ന് പറയുന്നത് വ്യാപനം കുറവുള്ള ഏരിയയിൽ അത്ര പ്രാധാന്യം കൊടുത്ത് അത്ര കണ്ട് നടപടികൾ സ്വീകരിക്കുക. വ്യാപനത്തിൻ്റെ തോത് കൂടുതലാണെങ്കിൽ അത്ര കണ്ട് നടപടികൾ എടുക്കാൻ വേണ്ടിയുള്ള ആ ഡേറ്റകളെല്ലാം അവരെ സഹായിക്കും. അപ്പോൾ എന്ത് മാർഗമാണോ സ്വീകരിക്കേണ്ടത്, ഇപ്പോൾ ഉദാഹരണത്തിന് ദാരിദ്ര്യം അല്ലെങ്കിൽ തൊഴിലില്ലായ്മ. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയൊക്കെ നമ്മുടെ രാജ്യത്തിൽ ഒരു നിത്യസംഭവമായി മാറിയിട്ടുണ്ട്. അപ്പോൾ അത് ദാരിദ്ര്യത്തിൻ്റെ വ്യാപ്തി കൂടുന്നത് നമ്മുടെ രാജ്യത്തെ ഒരു വികസ്വര രാജ്യമാക്കും, ഒരു അണ്ടർ ഡെവലപ്ഡ് കൺട്രി ആകും. നമുക്കൊരു വികസിത രാജ്യമാകണം. അമേരിക്ക പോലെയും ബ്രിട്ടനെ പോലെയൊക്കെ സമ്പന്നരായി മാറണമെങ്കിൽ നമ്മുടെ രാജ്യത്തിൽ തൊഴിലില്ലായ്മ ഇല്ലാതാക്കണം, നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ദാരിദ്ര്യം ഇല്ലാതെയാക്കണം. അതിന് നമ്മുടെ പ്രധാനമന്ത്രി കുറേ നടപടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. തൊഴിൽദാന പരിപാടികളൊക്കെയുണ്ട്. ഒരു വർഷത്തിൽ 100 ദിവസത്തെ തൊഴിൽ നൽകുക. ഇങ്ങനെയൊക്കെയുള്ള നടപടികൾ സ്വീകരിക്കണമെങ്കിൽ
അത് ഏത് ഭാഗത്ത് എങ്ങനെ വേണമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഡേറ്റകൾ ശേഖരിക്കുന്ന എപ്പോഴും നമ്മുടെ സ്റ്റാറ്റിസ്റ്റീഷ്യന്മാരായിരിക്കും, ഈ എന്യൂമറേറ്റർ ആയിരിക്കും. ഇത് തന്നെയാണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഏകവചന അർത്ഥം. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് യൂസ്ഡ് ഇൻ ടു സെൻസ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് യൂസ്ഡ് ഇൻ ടു സെൻസ്, സിംഗുലർ ആൻഡ് പ്ലൂറൽ. സ്റ്റാറ്റിസ്റ്റിക്സിനെ നമുക്ക് രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കാം, ഏകവചനാർത്ഥമെന്നും ബഹുവചനാർത്ഥമെന്നും. അതിൽ നമ്മൾ ഏകവചനാർത്ഥം പഠിച്ചു. ഡേറ്റകളെന്ന് പറഞ്ഞാൽ നമ്പറുകളെ, ന്യൂമറിക്കൽ ഫാക്ട്സ് ദാറ്റ് ആർ സിസ്റ്റമാറ്റിക്കലി കളക്റ്റഡ്, ദാറ്റ് മീൻസ് ഡേറ്റ. ന്യൂമറിക്കൽ ഫാക്ട്സിനെ അടുക്ക് ചിട്ടയോടുകൂടി ക്രമീകരിക്കുക, അതാണ് ഡേറ്റ എന്ന് പറയും, നമ്പറുകളെന്ന് പറയും. ഈ നമ്പറുകളെ നമുക്ക് രണ്ട് രീതിയിൽ ശേഖരിക്കാം, സിംഗുലർ സെൻസ് ആൻഡ് പ്ലൂറൽ സെൻസ്. സിംഗുലർ സെൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് മീൻസ് കളക്റ്റിംഗ്, ക്ലാസിഫയിങ് ആൻഡ് യൂസിങ് ന്യൂമറിക്കൽ ഫാക്ട്സ്. ഇനി എന്താണ് ബഹുവചനാർത്ഥം? ഇപ്പം ഏകവചനാർത്ഥവും ഏകവചനം എന്ന് പറയുമ്പോൾ ഒരർത്ഥമേ ഉള്ളൂ. ബഹുവചനം എന്ന് പറയുമ്പോൾ ഒരുപാട് അർത്ഥത്തിൽ നമ്മൾ പറയുക. ബഹുവചനാർത്ഥത്തിൽ പറയുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാൽ ന്യൂമറിക്കൽ ഫാക്ട്സ് ആർ സിസ്റ്റമാറ്റിക്കലി കളക്റ്റഡ്. നമ്മളെ നമ്പറുകളോ നമ്മൾ അടുക്കും ചിട്ടയോടുകൂടി ക്രമീകരിച്ചാൽ അതാണ് ബഹുവചനാർത്ഥം. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിനെ നമുക്ക് രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കാം, ഏകവചനാർത്ഥമെന്നും ബഹുവചനാർത്ഥമെന്നും. ഏകവചനാർത്ഥത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാൽ സാംഖ്യികം, മലയാളത്തിൽ നമ്മൾ സാംഖ്യികം എന്ന് പറയും. ഏകവചനാർത്ഥത്തിൽ സാംഖ്യികം എന്നാൽ ഡേറ്റകളെ ശേഖരിക്കുക, ശേഖരിച്ച ഡേറ്റകളെ തരംതിരിക്കുക, തരംതിരിച്ച ഡേറ്റകളെ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക എന്നതാണ്. ബഹുവചനാർത്ഥത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാൽ ഡേറ്റകളെ അടുക്കും ചിട്ടയോടുകൂടി ക്രമീകരിക്കുക. ഇപ്പം നമ്മൾ 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു. അതിന് മുമ്പ് നമ്മൾ ആൽഫ്രഡ് മാർഷൽ എന്താണ് എക്കണോമിക്സ് എന്നും പഠിച്ചു. സ്റ്റഡി ഓഫ് മാൻ, ദ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്. സാധാരണ ജീവിതത്തിൽ ഒരു മനുഷ്യൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് ധനതത്വ ശാസ്ത്രജ്ഞമെന്ന് ആധുനിക ധനതത്വ ശാസ്ത്രജ്ഞന്മാരിൽ പ്രമുഖനായ നമ്മുടെ ആൽഫ്രഡ് മാർഷൽ പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്? ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാൽ നമുക്ക് രണ്ടർത്ഥത്തിൽ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയാം. ഒന്ന് ഏകവചനാർത്ഥം. ഏകവചനാർത്ഥത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാൽ ഡേറ്റകളെ ശേഖരിക്കുക, ശേഖരിച്ച ഡേറ്റകളെ തരംതിരിക്കുക, തരംതിരിച്ച ഡേറ്റകൾ ഉപയോഗിക്കുക എന്നതാണ്. ബഹുവചനാർത്ഥത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാൽ ഡേറ്റകളെ അടുക്കും ചിട്ടയോടുകൂടി ക്രമീകരിക്കുക എന്നതാണ്. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ യൂസസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്? അതിനു മുമ്പേ നമുക്ക് കുറേ ടേംസ് പഠിക്കാനുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഒരു പ്രൊഡ്യൂസർ ആരാണ്? കാര്യം ഇക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടാകണം. നമ്മുടെ ഇക്കോണമിയിൽ എക്കണോമിക് ആക്ടിവിറ്റി വരണം. അതായത് മോണിറ്ററി ഗെയിനുള്ള ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ദോസ് ആക്ടിവിറ്റീസ് വിച്ച് കോൺട്രിബ്യൂട്ട് ടു നാഷണൽ ഇൻകം. രാജ്യത്തിൻ്റെ വരുമാനത്തിൽ സംഭാവന നൽകുന്ന പ്രവർത്തനമാണ് എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇപ്പം ഒരാൾ നമ്മുടെ വീട്ടിൽ വന്ന് കിളയ്ക്കുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ പ്ലംബിംഗ് പണി ചെയ്യുന്നു, ഇലക്ട്രിക് പണി ചെയ്യുന്നു, അല്ലെങ്കിൽ റോഡ് പണികളൊക്കെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നു. ഇവരെല്ലാം ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റി എന്നാണ് പറയുന്നത്. ഒരു ഡോക്ടർ രോഗികളെ പരിശോധിക്കുന്നു, ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നു, ഇതെല്ലാം എക്കണോമിക് ആക്ടിവിറ്റിയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ റെമ്യൂണറേഷൻ ഉണ്ട്, മോണിറ്ററി ഗെയിൻ ഉണ്ട്, പൈസ കിട്ടും. പൈസ കിട്ടുന്ന ജോലികളെ നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടികളെ പഠിപ്പിക്കുന്നു, എൻ്റെ മക്കളെ പഠിപ്പിക്കുമ്പോൾ അതിന് ഫീസ് വാങ്ങുന്നില്ല എങ്കിൽ അതിന് ഫീസ് വാങ്ങുന്നില്ല. അപ്പോൾ അതിന് എക്കണോമിക് ആക്ടിവിറ്റി ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു കുടുംബത്തിനൊരു ഡോക്ടറുണ്ട്, അദ്ദേഹം ആ കുടുംബത്തിലെ സകല ആളുകളെയും ചികിത്സിക്കും. പുറത്ത് പോയി ചികിത്സിക്കുന്നതോടൊപ്പം വീട്ടിനകത്തും ബന്ധുക്കളെയും സ്വന്തക്കാർക്കൊക്കെ മരുന്നൊക്കെ കൊടുക്കും. ഈ ബന്ധുക്കൾക്കും സ്വന്തക്കാരും വീട്ടിലുള്ളവരെയും പരിശോധിച്ച് മരുന്ന് കൊടുക്കുന്ന സമയത്ത് അതൊരു എക്കണോമിക് ആക്ടിവിറ്റി അല്ല. പകരം അയാൾ ഒരു ഹോസ്പിറ്റലിൽ പോയി മാസം 2 ലക്ഷം രൂപയോ 1 ലക്ഷം രൂപയൊക്കെ വരുമാനം കിട്ടുന്ന രീതിയിൽ പണി ചെയ്യുമ്പോൾ അതിന് എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയും. അപ്പോൾ എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ മോണിറ്ററി ഗെയിൻ നൽകുന്ന ആക്ടിവിറ്റീനെ നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയും ദേശീയ വരുമാനത്തിൽ സംഭാവന നൽകുന്ന പ്രവർത്തനത്തെയാണ് എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ദോസ് ആക്ടിവിറ്റീസ്
വിച്ച് കോൺട്രിബ്യൂട്ടഡ് ടു നാഷണൽ ഇൻകം. ദേശീയ വരുമാനം എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ വരുമാനം ഒക്കെ എന്താണെന്ന് നമ്മൾ പിന്നീട് പഠിക്കും. ദേശീയ വരുമാനം, ഒരു രാജ്യത്തിന് വരുമാനം ഉണ്ടാവുമല്ലോ, ആ രാജ്യത്തിൻ്റെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് ഗവൺമെൻറ്റിന് വരുമാനം വേണം. അപ്പം ആ വരുമാനത്തെ നമ്മൾ ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ദേശീയ വരുമാനം എന്ന് പറയുമ്പോൾ നമ്മളതിനെ GDP എന്നും പറയും. GDP എന്നാൽ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി ഡ്യൂറിങ് എ ഫിനാൻഷ്യൽ ഇയർ. ദ ഫൈനൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി ഡ്യൂറിങ് എ ഫിനാൻഷ്യൽ ഇയർ. ഒരു സാമ്പത്തിക വർഷം, നമ്മുടെ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഏപ്രിൽ 1 തൊട്ട് മാർച്ച് 31 വരെയുള്ള കാലയളവിൽ നമ്മുടെ രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധന സേവനങ്ങളുടെ, അതായത് അന്തിമ സാധന സേവനങ്ങളുടെ കമ്പോള മൂല്യത്തെയാണ് നമ്മൾ ദേശീയ വരുമാനം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ വർഷവും പഠിക്കും. 2ാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ എക്കണോമിക് ഗ്രോത്ത് പഠിക്കും. ഗോൾസ് ഓഫ് 5 ഇയർ പ്ലാൻ പഠിക്കുമ്പോൾ അതിൽ ഗ്രോത്ത് പറയുന്നുണ്ട്. അതായത് GDP ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് എക്കണോമിക് ഗ്രോത്ത്. നമ്മുടെ രാജ്യത്തിന് വളർച്ചയുണ്ടോ? സാമ്പത്തിക വളർച്ച ഇപ്പോൾ എല്ലാം താറുമാറായി കിടക്കുകയാണ്. സാമ്പത്തിക വളർച്ചയൊന്നുമില്ല. സാമ്പത്തിക വളർച്ച ഉണ്ടെങ്കിൽ മാത്രമേ ആ രാജ്യത്തിലെ ജനങ്ങൾക്ക് ക്ഷേമം ഉറപ്പാക്കാൻ കഴിയുന്നോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റും. ഭരണകർത്താക്കൾക്ക് അറിയണമല്ലോ ജനങ്ങൾക്ക് ക്ഷേമമുണ്ടോ, ദാരിദ്ര്യമാണോ, അവരതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നൊക്കെ അറിയേണ്ടതുണ്ട്. അപ്പോൾ അത് അളക്കാൻ വേണ്ടിയാണ് നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കുന്നത്. അപ്പോൾ ആ ദേശീയ വരുമാനത്തിൽ സംഭാവന നൽകുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എക്കണോമിക് ആക്ടിവിറ്റിയിൽ കുറേ പേരുണ്ട്. നമുക്കൊരു പ്രൊഡ്യൂസറുണ്ട്, പിന്നെ ഒരു സെല്ലറുണ്ട്, അതും കഴിഞ്ഞിട്ട് ഒരു കൺസ്യൂമറുണ്ട്. അപ്പോൾ ആരാണ് പ്രൊഡ്യൂസർ? എ പേഴ്സൺ ഹൂ പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ആരാണോ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്, ഉൽപ്പാദിപ്പിക്കുന്ന ആളിനെയാണ് നമ്മൾ ഉൽപ്പാദകരെന്ന് പറയും. ഇപ്പോൾ എക്കണോമിക് ആക്ടിവിറ്റീസിൽ ആരൊക്കെ വേണം? നമുക്കൊരു പ്രൊഡ്യൂസർ വേണം, ഒരു സെല്ലർ വേണം, പിന്നെ ഒരു കൺസ്യൂമർ വേണം. ഇവർ 3 പേരും ഉണ്ടെങ്കിൽ നമ്മുടെ സ്മൂത്ത് ഫങ്ഷൻ, ഇക്കോണമിക്ക് ഫങ്ഷൻ ചെയ്യാൻ കഴിയുള്ളൂ. നമുക്കറിയാം, ഇവിടെ സാധന സേവനങ്ങളില്ലാതെ നമുക്കൊരു ദിവസം പോലും, ഒരു നിമിഷം പോലും നമുക്ക് അതിനെയൊന്നും ആശ്രയിക്കാൻ പറ്റാതെ ജീവിക്കാൻ പറ്റില്ല. ഏതൊരു സാധനമായാലും അത് ഉൽപ്പാദിപ്പിക്കാൻ ഒരു ഉൽപ്പാദകൻ വേണം. അപ്പം ആരാണ് ഉൽപ്പാദകൻ? എ പേഴ്സൺ ഹൂ പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ആരാണോ, ഉൽപ്പാദിപ്പിക്കുന്ന ആ വ്യക്തി പറയുന്ന പേരാണ് പ്രൊഡ്യൂസർ. പിന്നെ നമ്മൾ പഠിക്കുമ്പോൾ പിന്നെ അയാളെ ഫേം എന്നൊക്കെ വിളിക്കും, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലിസ്റ്റ് എന്നൊക്കെ വിളിക്കും. ആദ്യം നമുക്ക് അയാളെ പ്രൊഡ്യൂസർ എന്ന് തന്നെ പരിചയപ്പെടാം. അപ്പം ആരാണ് പ്രൊഡ്യൂസർ? എ പേഴ്സൺ ഹൂ പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണോ, ഉൽപ്പാദിപ്പിക്കുന്ന ആളിനെ നമ്മൾ ഉൽപ്പാദകൻ എന്ന് വിളിക്കും. അപ്പം അയാളൊരു കർഷകനാകാം, അല്ലെങ്കിൽ നമ്മുടെ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വ്യവസായിയാകാം. ആര് തന്നെ ആയാലും. ഇപ്പോൾ ഒരു ഓട്ടോ ഡ്രൈവറും നമുക്ക് സേവനം നൽകുന്ന ആളാണ്. അയാളുടെ കപ്പാസിറ്റി നമ്മൾ ഉപയോഗിക്കുന്ന ആളാണ്. പക്ഷെ നമ്മൾ അയാളെ പ്രൊഡ്യൂസർ എന്ന് വിളിക്കില്ല. അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഒരു സാധനം ഉൽപ്പാദിപ്പിച്ചിരിക്കണം. അയാളെ നമ്മൾ സർവീസ് ഹോൾഡർ എന്ന് വിളിക്കും, വേറൊരു പദമാണ് ഉപയോഗിക്കുക. അപ്പോൾ പ്രൊഡ്യൂസർ ഈസ് എ പേഴ്സൺ ഹൂ പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങൾ ആരുൽപ്പാദിപ്പിക്കുന്നു, ഉൽപ്പാദിപ്പിക്കുന്ന ആളിനെ നമ്മൾ ഉൽപ്പാദകൻ എന്ന് പറയും. അപ്പോൾ ആ ഉൽപ്പാദകൻ ഒരു പക്ഷേ ഒരു കർഷകനാകാം, അല്ലെങ്കിൽ ഒരു വ്യവസായിയാകാം. രണ്ടാമത്തെ അത് വിൽക്കുന്ന ആൾ, ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളെ ഉൽപ്പാദിപ്പിച്ച് അയാളുടെ ഗോഡൗണിൽ വെച്ചാൽ പോരാ. ഇപ്പം നമുക്ക് കാർഷിക വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു, അത് കാർഷിക ഇടങ്ങളിൽ ഇരുന്നാൽ പോരാ. വിപണിയിലെത്തി കർഷകൻ്റെ കൈകളിലെത്തണം. വിപണിയിലെത്തിച്ച് അതിനെ കർഷകന് ലഭ്യമാക്കണം. അപ്പം അതിന് ഒരു ആളുണ്ട്, അതിനെയാണ് നമ്മൾ സെല്ലർ എന്ന് പറയാം. അപ്പം നമുക്കറിയാം ദ പേഴ്സൺ ഹൂ സെൽ ഗുഡ്സ്. സാധനങ്ങൾ വിൽക്കുന്ന ആരാണോ അതിനെയാണ് നമ്മൾ സെല്ലർ എന്ന് പറയുന്നത്. ഞാൻ മൂന്നാമതൊരാളുണ്ട്, കൺസ്യൂമർ, ഉപഭോക്താവ്. ആരാണ് കൺസ്യൂമർ? എ പേഴ്സൺ ഹൂ ബൈ ഗുഡ്സ്. ആരാണോ സാധനം വാങ്ങുന്ന ആളിനെയാണ് നമ്മൾ കൺസ്യൂമർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു വ്യക്തത വരും. കൺസ്യൂമർ എന്ന് പറയുന്നത് ബാക്കിയില്ലാത്തതും നമുക്ക് പറയുമ്പോഴേ വ്യക്തമാണ്. ഇവിടെ ഒരു അവ്യക്തത ഉള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാനൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിക്കണം, നമ്മളെ വീട്ടിലൊരു കുട്ടിക്കോ അല്ലെങ്കിൽ അയൽവക്കത്തോ ബന്ധുക്കളുടെ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിക്കുന്നത് ഞാനാണ്.
പക്ഷെ ആ ഗിഫ്റ്റ് ഞാൻ ഉപയോഗിക്കുന്നില്ല. ഞാൻ പിന്നെ ആ ഗിഫ്റ്റ് ആർക്കാണോ ഞാൻ വാങ്ങിച്ച ആ ആളിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ആ സാധനം വാങ്ങിച്ചത് ഞാനും അത് ഉപയോഗിക്കുന്നത് ആ കുട്ടിയുമാണ്. പക്ഷെ ഇവിടെ കൺസ്യൂമർ എന്ന് പറയുന്നത് അത് കൺസ്യൂം ചെയ്യുന്ന ആളല്ല. ആരാണോ വാങ്ങുന്നത്, വാങ്ങുന്ന ആളിനെയാണ് നമ്മൾ കൺസ്യൂമർ എന്ന് പറയുന്നത്. നമ്മളൊരു കല്യാണത്തിൽ പോകണം, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലുമൊക്കെ ചടങ്ങുകൾക്ക് പോകുന്നു, അവിടെ നമ്മൾ ഗിഫ്റ്റുമായിട്ട് പോകും. അപ്പോൾ വാങ്ങുന്ന ആൾ മാത്രമേ ഇവിടെ കൺസ്യൂമർ ആവും. ആ ഗിഫ്റ്റ് ആരുപയോഗിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ വിഷയമല്ല. അപ്പോൾ നമ്മൾ സാധനം വാങ്ങിക്കുന്നത് നമ്മളെ വീട്ടിലേക്കാവാം, നമ്മളെ അച്ഛനും അമ്മയ്ക്കും ആവാം, നമ്മുടെ അനിയത്തി ചേട്ടത്തി ആർക്ക് വേണമെങ്കിലും ആകാം. പക്ഷേ എക്കണോമിക്സിൻ്റെ ഭാഷയിൽ കൺസ്യൂമർ എന്ന് പറയുന്നത് എ പേഴ്സൺ ഹൂ ബൈ ഗുഡ്സ്. ആരാണോ സാധനം വാങ്ങിക്കുന്നത്, വാങ്ങുന്ന ആളിനെയാണ് നമ്മൾ കൺസ്യൂമർ എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, എന്തൊക്കെ നമ്മൾ പഠിച്ചു? എക്കണോമിക് ആക്ടിവിറ്റി പറഞ്ഞു. എക്കണോമിക് ആക്ടിവിറ്റി നടക്കണമെങ്കിൽ നമുക്ക് 3 പേര് വേണമെന്ന് പറഞ്ഞു. ഒന്ന് പ്രൊഡ്യൂസർ, രണ്ടാമത്തെ സെല്ലർ, സാധനം ഉൽപ്പാദിപ്പിക്കുന്ന ആൾ ഉൽപ്പാദകൻ, വിൽക്കുന്ന ആൾ വിൽപ്പനക്കാരൻ, വാങ്ങുന്ന ആൾ ഉപഭോക്താവ്. ഇവർ 3 പേരും ഉണ്ടെങ്കിൽ നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റി നടക്കുകയുള്ളൂ. ഇനി അങ്ങനെയാണെങ്കിൽ എന്താണ് പ്രൊഡക്ഷൻ? ഇനി അടുത്ത എന്താണ് കൺസംഷൻ? കൺസംഷൻ. മൂന്നാമത്തേന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ. ഇതൊന്നും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതല്ല, പക്ഷെ നമ്മുടെ ടെക്സ്റ്റിൽ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് പറഞ്ഞു പോകണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്ത പ്രൊഡക്ഷൻ എന്നാൽ എന്ത്? പ്രൊഡക്ഷൻ ഈസ് എ പ്രോസസ് വെയർ ദ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ഗുഡ്സ് വെൻ ഹി നോസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ദ അവൈലബിലിറ്റി ഓഫ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ്. എപ്പോഴാണോ ഒരു ഉൽപ്പാദകന് സാധനത്തിൻ്റെ ഉൽപ്പാദന ചെലവും ആ സാധനത്തിൻ്റെ അവൈലബിലിറ്റിയും അറിയാവുന്നത്. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉൽപ്പാദിപ്പിച്ച് വിപണി കൊണ്ട് കൊടുത്താൽ അത് വിറ്റഴിയില്ല, അതിനെ പൈസയാക്കാൻ നമ്മുടെ ഉൽപ്പാദകന് നടക്കില്ല. അപ്പോൾ പ്രൊഡ്യൂസർ ആദ്യമേ ഒരു ഡിസിഷൻ എടുക്കണം. ഡിസിഷൻ പ്രോസസ്സിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറയുക. ഡിസിഷൻ എടുത്ത് അതെവിടെ ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നൊക്കെ തീരുമാനിച്ച് വേണം അയാൾ, പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ആൾ, പ്രോസസ്സിലേക്ക് വരും. അപ്പം അയാൾ അതിൻ്റെ ഉൽപ്പാദന ചെലവും ആ സാധനത്തിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ മനസ്സിലാക്കി ഉൽപ്പാദിപ്പിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് പ്രൊഡക്ഷൻ, ഉൽപ്പാദനം. അടുത്ത കൺസംഷൻ, ഉപഭോഗം. When the consumer buys goods, when he knows the price and quality. ഒരു കൺസ്യൂമർ സാധനം വാങ്ങുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ കൺസംഷൻ, ഉപഭോഗം എന്ന് പറയുന്നത്. ഒരു സാധനം വാങ്ങണമെങ്കിൽ 2 കാര്യങ്ങൾ വേണം. ഒന്ന്, ആ സാധനത്തിൻ്റെ വില എന്താണെന്നറിയണം. 2, ആ സാധനത്തിൻ്റെ ക്വാളിറ്റി അറിയണം. നമ്മൾ കടയിലൊക്കെ പോയാൽ കാണുന്നതും വാങ്ങിച്ചല്ല നമ്മൾ പോകുന്നത്. നമ്മൾ ആദ്യം ആ സാധനത്തിൻ്റെ വില തിരക്കും. വില നോക്കിയിട്ട് നമ്മളതിൻ്റെ ക്വാളിറ്റി നോക്കും. ക്വാളിറ്റി മീൻസ് ഗുണം, ക്വാളിറ്റി നല്ലതാണോ എന്ന് നോക്കും. ഈ 2 കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ ആ സാധനം വാങ്ങും. ആ വാങ്ങുന്ന പ്രോസസ്സ്, ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് കൺസംഷൻ. മൂന്നാമത്തെന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ട്രിബ്യൂഷൻ നടക്കണമെങ്കിൽ ഈ സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചപ്പോൾ അവരുൽപ്പാദിപ്പിച്ച സാധനങ്ങളെ വിപണി കൊണ്ടുപോയി വിൽക്കും. വിൽക്കുമ്പോൾ അവർക്കൊരു ഇൻകം ഉണ്ട്. ആ സാധനം വിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഇൻകത്തെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം, വിതരണം ചെയ്ത് കൊടുക്കണം. വിതരണം ചെയ്യുമ്പോൾ ആ സാധനം ഉൽപ്പാദിപ്പിക്കാൻ ആരൊക്കെയാണോ സഹായിച്ചത് അവർക്ക് വിതരണം ചെയ്ത് കൊടുക്കണം. അതിനെയാണ് നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയും. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഘടകങ്ങൾ. 4 പേരാണ് ഉള്ളത്. ലേബറുണ്ട്, ലാൻഡുണ്ട്, അതേപോലെ ക്യാപിറ്റലുണ്ട്, എൻട്രപ്രണറുണ്ട്. ഈ 4 പേരുടെ സഹായത്തോടെ മാത്രമേ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയൂ. അപ്പം അവരുടെ സേവനത്തിന് റെമ്യൂണറേഷൻ കൊടുക്കണം. അതാണ് ഡിസ്ട്രിബ്യൂഷൻ.